മഴയുടെ നേർത്ത ശബ്ദം മാത്രം കേട്ട് എന്റെ മാരുതി 800 മലയിടുക്കുകളിലൂടെ വളഞ്ഞുപുളഞ്ഞു മുന്നോട്ടു പോകുമ്പോൾ സമയം രാത്രി 11 മണി കഴിഞ്ഞ് 30 മിനിറ്റ് കഴിഞ്ഞിരുന്നു. 2024 നവംബർ 15 ആ രാത്രി ഇടുക്കിയിലെ മലനിരകൾക്ക് ഒരു പ്രത്യേകതരം മൂകതയുണ്ടായിരുന്നു. കോഴിക്കോട്ട് സുഹൃത്തിന്റെ വിവാഹത്തിൽ പങ്കെടുത്ത ശേഷം എന്റെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ഞാൻ, അനൂപ്. സാധാരണഗതിയിൽ ഈ ദൂരം അധികം എടുക്കാറില്ല, പക്ഷേ അന്ന് വൈകി. വഴിയിലുടനീളം ഒരുതരം ഭയം എന്നെ പൊതിഞ്ഞിരുന്നു. അകാരണമായ ഒരു ഭയം. റോഡിന്റെ ഇരുവശവും നിബിഡമായ കാടാണ്. ഇരുട്ട് കട്ട പിടിച്ചു കിടക്കുന്നു. എന്റെ കാറിന്റെ ഹെഡ്ലൈറ്റുകളുടെ നേർത്ത വെളിച്ചം മാത്രം മുന്നോട്ട് വഴികാട്ടുന്നു. ഇടയ്ക്കിടെ നേരിയ ചാറ്റൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. അത് കാറിന്റെ ചില്ലുകളിൽ തട്ടി താഴേക്ക് ഒലിച്ചിറങ്ങി. സാധാരണ ഈ സമയത്ത് ചില ലോറികളോ മറ്റ് വാഹനങ്ങളോ ഈ വഴി വരാറുണ്ട്. പക്ഷേ അന്ന് എന്റെ മാരുതി മാത്രമായിരുന്നു ഈ വിജനമായ വഴിയിലെ ഏക സഞ്ചാരി. ചീവീടുകളുടെ കരച്ചിലോ കാട്ടുമൃഗങ്ങളുടെ ശബ്ദമോ കാടിന്റെ ജീവസുറ്റ ശബ്ദങ്ങളോ ഒന്നും കേൾക്കാനില്ലായിരുന്നു. ഒരുതരം അസ്വാഭാവികമായ നിശബ്ദത കാടിനെ ആവരണം ചെയ്തിരുന്നു. എന്റെ നെഞ്ചിടിപ്പ് പതിയെ കൂടാൻ തുടങ്ങി. അറിയാതെ ഞാൻ എന്റെ കൈകൾ സ്റ്റിയറിംഗ് വീലിൽ മുറുകെ പിടിച്ചു. ഒരു വളവ് തിരിഞ്ഞപ്പോൾ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ റോഡിന്റെ നടുവിൽ ഒരു രൂപം. എന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാനായില്ല. ഒരു സ്ത്രീ. വെള്ളസാരിയാണ് വേഷം. എന്റെ ഹൃദയം ഒരു നിമിഷം നിലച്ച പോലെ. ഈ വിജനമായ കാടിന്റെ നടുവിൽ ഈ അസമയത്ത് ഒരു സ്ത്രീ ഒറ്റയ്ക്ക്. എന്റെ കാലുകൾ അറിയാതെ ബ്രേക്കിൽ അമർന്നു. കാർ എന്റെ മുന്നിൽ നിന്ന് ഏകദേശം 10 മീറ്റർ അകലെ നിന്നു. ഞാൻ ഹോൺ അടിച്ചു നോക്കി. നീണ്ട ഹോൺ ശബ്ദം ആ നിശബ്ദതയിൽ അലയടിച്ചു. പക്ഷേ ആ രൂപം അനങ്ങിയില്ല. അവൾ എന്നെ തന്നെ നോക്കി നിൽക്കുകയാണെന്ന് തോന്നി. അപ്പോഴും അവളുടെ മുഖം വ്യക്തമല്ല. ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്ന ഒരു നിഴൽ പോലെ. എന്റെ ഉള്ളിൽ ഒരുതരം ഭയം ഇരച്ചുകയറി, ഒപ്പം ഒരുതരം ആകാംക്ഷയും. ആരാണിവൾ? എന്താ ഇവിടെ? ഞാൻ പതുക്കെ കാറിന്റെ വിൻഡോ അല്പം താഴ്ത്തി. ആരാ അത്? എന്താ അവിടെ നിൽക്കുന്നത്? എന്റെ ശബ്ദം ഭയം കാരണം ഇടറി. ഒരു മറുപടിയുമില്ല. അവൾ അപ്പോഴും അനങ്ങാതെ അവിടെ നിൽക്കുകയാണ്. ഞാൻ ശ്രദ്ധിച്ചു നോക്കി. അവളുടെ കാലുകൾ നിലത്ത് ഉറച്ചിട്ടില്ല. ഭൂമിയിൽ നിന്ന് 1 ഇഞ്ച് ഉയരത്തിൽ അവൾ നിൽക്കുന്നത് പോലെ. ഈ കാഴ്ച എന്റെ ദേഹമാകെ ഒരുതരം തണുപ്പ് പടർത്തി. ഇത് സാധാരണ മനുഷ്യരൂപമല്ലെന്ന് എന്റെ ഉള്ളിലിരുന്ന് ആരോ മന്ത്രിച്ചു. ഞാൻ പേടിച്ച് വിൻഡോ ഉയർത്താൻ ശ്രമിച്ചു. പക്ഷേ അത് സ്റ്റക്കായി പോയിരുന്നു. എന്റെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. ഞാൻ വീണ്ടും ബട്ടൺ അമർത്തി. പക്ഷേ വിൻഡോ അനങ്ങുന്നില്ല. പെട്ടെന്ന് ആ സ്ത്രീയുടെ മുഖം എന്റെ കാറിനടുത്തേക്ക് നീങ്ങി വന്നു. പതുക്കെ, വളരെ പതുക്കെ. ഓരോ നിമിഷവും എന്റെ ഹൃദയം കൂടുതൽ വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. അവളുടെ മുഖം വ്യക്തമായപ്പോൾ ഞാൻ മരവിച്ചുപോയി. ആഴത്തിലുള്ള കണ്ണുകളില്ലാത്ത കുഴികൾ, കവിളുകളിൽ ചോര വാർന്നൊലിച്ച പാടുകൾ, പാറിപ്പറന്ന മുടി. ഒരുതരം ഭീകരമായ എന്നാൽ ഒട്ടും ജീവനില്ലാത്ത പുഞ്ചിരി അവളുടെ ചുണ്ടുകളിൽ തങ്ങി നിന്നു. എന്റെ ജീവിതത്തിൽ ഞാൻ അതുവരെ കണ്ടിട്ടില്ലാത്തത്ര ഭീകരമായ ഒരു കാഴ്ചയായിരുന്നു അത്. എന്റെ ശരീരം വിയർത്തു. വായിൽ ഉണങ്ങിപ്പിടിച്ചു. ഞാൻ ജീവൻ മരണ പോരാട്ടത്തിലെന്ന പോലെ ആക്സിലറേറ്ററിൽ കാൽ വെച്ചു. ടയറുകൾ നിലത്ത് ശക്തിയായി കറങ്ങി. പക്ഷേ കാർ മുന്നോട്ടു പോയില്ല. ഞാൻ വീണ്ടും ആക്സിലറേറ്റർ അമർത്തി. എന്റെ ശരീരം വിറച്ചു. ആ സ്ത്രീയുടെ മുഖം എന്റെ വിൻഡോയിലൂടെ എന്നെ തന്നെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. എന്റെ നെഞ്ചിടിപ്പ് കാറിന്റെ എഞ്ചിൻ ശബ്ദത്തേക്കാൾ ഉച്ചത്തിലായി. അപ്പോൾ എന്റെ കയ്യിലിരുന്ന താക്കോൽ പേടിച്ച് താഴെ വീണുപോയി. ഞാൻ കുനിഞ്ഞ് അതെടുക്കാൻ ശ്രമിച്ചു. എന്റെ കൈകൾ വിറച്ച് താക്കോൽ എന്റെ കയ്യിൽ ഒതുങ്ങുന്നില്ല. വീണ്ടും ഞാൻ അത് എടുക്കാൻ ശ്രമിച്ചു. ആ സമയം അവളുടെ ഒരു കൈ പതുക്കെ വിൻഡോയിലൂടെ എന്റെ കാറിനുള്ളിലേക്ക് നീണ്ടുവന്നു. ആ വിരലുകൾ തണുത്തുറഞ്ഞിരുന്നു. അവ എന്റെ മുഖത്തേക്ക് നീണ്ടു. എന്റെ കവിളിൽ ഒരു തണുത്ത സ്പർശം. ആ തണുപ്പ് എന്റെ ദേഹമാകെ പടർന്നു. ഒരു ഞൊടിയിടയിൽ എന്റെ ശരീരത്തിലെ രക്തം കട്ട പിടിച്ചതുപോലെ തോന്നി. പേടിച്ച് ഞാൻ അലറി. എന്റെ ജീവിതത്തിൽ അതുവരെ അത്രയും ഉച്ചത്തിൽ ഞാൻ അലറിയിട്ടില്ല. അലറിക്കൊണ്ട് ഞാൻ എന്റെ കയ്യിലുണ്ടായിരുന്ന താക്കോൽ തിരിച്ച് കാർ സ്റ്റാർട്ട് ചെയ്തു. അത്ഭുതം! കാർ സ്റ്റാർട്ടായി. ഞാൻ ടയറുകൾ കറക്കി കാർ പിന്നോട്ടെടുത്ത് ഒരു ടേൺ എടുത്ത് അതിവേഗം മുന്നോട്ടു പാഞ്ഞു. തിരിഞ്ഞു നോക്കാൻ എനിക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. കണ്ണാടിയിലൂടെ നോക്കിയാൽ ആ രൂപം കാണുമോ എന്ന ഭയം എന്നെ വേട്ടയാടി. ഹെഡ്ലൈറ്റുകൾ കാടിന്റെ ഇരുട്ടിലൂടെ ഭ്രാന്തമായി പാഞ്ഞു. റോഡിൽ വെള്ളം കെട്ടിക്കിടന്നിരുന്ന പല സ്ഥലങ്ങളിലും ഞാൻ വെള്ളം തെറിപ്പിച്ച് മുന്നോട്ടു പോയി. എന്റെ ശരീരം വിയർത്തൊലിച്ചിരുന്നു. ഹൃദയം അതിവേഗം മിടിക്കുന്നു. എത്ര ദൂരം പോയി എന്നെനിക്ക് ഓർമ്മയില്ല. ഒരുതരം ഭ്രാന്തമായ വേഗതയിൽ ഞാൻ ഓടിച്ചു. എന്റെ ശ്വാസം വേഗത്തിലായി. കുറച്ചു ദൂരം കൂടി പിന്നിട്ടപ്പോൾ ദൂരെ ഒരു ചെറിയ വെളിച്ചം കണ്ടു. ഒരു ചായക്കട. അവിടെ ഒരു ലോറി നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. ഡ്രൈവർ ചായ കുടിക്കുന്നുണ്ട്. ആ കാഴ്ച എനിക്ക് വലിയൊരാശ്വാസം നൽകി. ഞാൻ കാർ നിർത്തി ഒരുവിധം പുറത്തിറങ്ങി. എന്റെ കാലുകൾ നിലത്ത് ഉറയ്ക്കുന്നില്ലായിരുന്നു. മുഖത്ത് വെള്ളം തളിച്ച് ഞാൻ ചായ കുടിക്കാനിരുന്നു. എന്റെ അവസ്ഥ കണ്ട ചായക്കടക്കാരൻ കാര്യം തിരക്കി. എന്റെ ശബ്ദം ഇടറിക്കൊണ്ട് സംഭവിച്ചതെല്ലാം അദ്ദേഹത്തോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ അയാൾ പറഞ്ഞു, മോനെ, ആ റോഡിൽ അങ്ങനെ ചിലതൊക്കെ നടക്കാറുണ്ട്. 6 മാസം മുൻപ് അവിടെ ഒരു സ്ത്രീയെ ലോറി ഇടിച്ച് കൊന്നിരുന്നു. അതിനുശേഷം രാത്രികാലങ്ങളിൽ പലർക്കും അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
അന്ന് മോൻ കണ്ടത് അവരെയായിരിക്കും. ഭാഗ്യം കൊണ്ട് മോൻ രക്ഷപ്പെട്ടു. അതു കേട്ടപ്പോൾ എന്റെ ദേഹമാകെ വീണ്ടും വിറച്ചു. ഞാൻ അന്ന് നേരം വെളുക്കുന്നതുവരെ അവിടെ തന്നെയിരുന്നു. വെളിച്ചം വന്നതിനുശേഷം ഭയന്ന് ഞാൻ വണ്ടി ഓടിച്ച് വീട്ടിലേക്ക് പോയി. ദിവസങ്ങളോളം എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ആ സ്ത്രീയുടെ മുഖം എന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞില്ല. ഇപ്പോഴും ആ രാത്രിയെപ്പറ്റി ഓർക്കുമ്പോൾ എന്റെ ദേഹം വിറയ്ക്കും. അതൊരു യാഥാർത്ഥ്യമായിരുന്നു. ഒരു രാത്രിയിലെ എന്റെ യാത്ര എന്റെ ജീവിതത്തിലെ ഏറ്റവും ഭീകരമായ അനുഭവമായി മാറി. ഇന്നും ആ റോഡിലൂടെ രാത്രിയിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ എനിക്ക് പേടിയാണ്. ആ രാത്രിയിലെ ആ ഓർമ്മകൾ എന്റെ ഉറക്കം കെടുത്തുന്നു. ആ ആകാംക്ഷയും ഭയവും ഇന്നും എന്നെ പിന്തുടരുന്നു. ഇടുക്കിയിലെ ആ റോഡിൽ ആരും കാണാതെ ആ ഭീകരരൂപം ഇപ്പോഴും അലയുന്നുണ്ടാവാം, ആരെയും കാത്ത്.